എല്ലാവരും ഒരു കംപ്ലയിൻറ്റാണ്, എനിക്ക് എപ്പോഴും എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ചിരിക്കാൻ പറ്റുന്നില്ല. അതിനെന്താ ചെയ്യേണ്ടതെന്നുള്ളത് അല്ലേ? അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കണമെങ്കിൽ നമ്മുടെ മൈൻഡിന് നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവായിട്ടുള്ള തോട്ട് പ്രോസസ്സുകൾ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഒരു ഹ്യൂമൻ ബീയിങ്ങാണ് നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള തോട്ടുകൾ മാത്രമേ വരുള്ളൂ. നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ചില സമയങ്ങളിൽ നമുക്ക് നെഗറ്റീവ് അതായത് നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഒന്ന് മരിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ, ഈ വക കാര്യങ്ങളെല്ലാം ഓഫ് കോഴ്സ് നമുക്ക് എന്താണ് നെഗറ്റീവ് തോട്ടാണ്, നമുക്ക് വിഷമം തരുന്ന കാര്യങ്ങളാണ്. പക്ഷേ എത്രയും പെട്ടെന്ന് നമ്മൾ അതിൽ നിന്ന് റിട്ടേൺ ബാക്കായിട്ട് നമ്മുടെ പോസിറ്റീവ് ചിന്താഗതിയിലേക്ക് വരാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഒരു 80% തോട്ട് പ്രോസസ്സും പോസിറ്റീവ് ആക്കാൻ നമ്മൾ ശ്രമിച്ചാലേ പറ്റും. പിന്നെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കണം. അതായത് നമ്മൾ ശ്രമിച്ച് നമ്മുടെ അധ്വാനം വഴി വേണം അത് അങ്ങനെ ആ തോട്ട് പ്രോസസ്സ് ചേഞ്ച് ചെയ്ത് പോസിറ്റീവായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു 80% ഹാപ്പിനെസ് പോസിറ്റീവായിട്ടുള്ള തോട്ട് പ്രോസസ്സുകൾ തന്നെ നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് വരും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. ഈ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ എന്ന് വെച്ചാൽ ഹാപ്പി ഹോർമോൺസ് എന്നാണ് പറയുന്നത്. നമ്മുടെ ബോഡിയിലെ ഹാപ്പി ഹോർമോണാണെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഡാൻസ് അറിയില്ല, ഒന്നും അറിയില്ല. നമ്മൾ പറയുമ്പോൾ ഡാൻസ് അറിയില്ല, പാട്ടറിയില്ല, ഒന്നും അറിയില്ലെന്ന് പറഞ്ഞിരിക്കും. പക്ഷേ നീ അറിയില്ല, ഇതൊന്നും ഒരു പ്രശ്നമില്ല, നീ ഒരു പാട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ഡാൻസ് കളിക്കാൻ നോക്കിക്കേ. ആ ഡാൻസ് കളിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഓക്സിറ്റോസിൻ ഇൻക്രീസ് ചെയ്തിട്ട് എന്ത് പറ്റും? അപ്പോൾ ഹാപ്പി ഹോർമോൺ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മൈൻഡിന് ഹാപ്പിനെസ് കിട്ടാനായിട്ട് സഹായിക്കും. മനസ്സിലായോ? മെയിനായിട്ടുള്ള കാര്യം അൺസ്റ്റോപ്പബിൾ ആവുക. അതായത് നമ്മളെങ്ങും ചടഞ്ഞുകൂടി ഒരു നെഗറ്റീവ് എനർജി ഉള്ള പേഴ്സണെ പോലെ ഇരിക്കാതെ എപ്പോഴും ആക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ മൈൻഡിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളെ നൽകിക്കൊണ്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താവും? നമ്മൾ എപ്പോഴും ആക്റ്റീവായിട്ട് നമുക്ക് നിൽക്കാനായിട്ട് പറ്റും. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് എല്ലാവർക്കും ആക്റ്റീവായിട്ട് സന്തോഷമായിട്ട് ഹാപ്പിനെസ്സോടെ ജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ.